മോദിയും കൂട്ടരും ഇന്ത്യയിലെ സമൂഹത്തിൽ പടർത്തിയ കാളകൂട വിഷം എത്ര ഭയാനകമാണ് എന്ന് ചിന്തിക്കാൻ കൂടി വയ്യ. ഒരു തലമുറയെ പരിപൂർണമായി നശിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ വലിയ തെളിവാണ് ഒരു TV ഡിബേറ്റിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം. ഇതിൽ പരം വലിയ സമൂലനാശം രാജ്യത്തിന് ഉണ്ടാവാനില്ല. സ്വബോധമുള്ളവരെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഈ കാര്യം നമുക്ക് ഒന്ന് വ്യക്തമായി കാണാം. മോദിയുടെ കീഴിൽ എല്ലാ രംഗങ്ങളിലും ഇന്ത്യക്ക് പരിപൂർണമായ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അത് സാമ്പത്തിക വളർച്ചയിൽ ആയാലും, തൊഴിലില്ലായ്മയിൽ ആയാലും, വിലക്കയറ്റത്തിലായാലും എല്ലാം. എന്നാൽ അതിലുമൊക്കെ ഏറ്റവും വലിയ ദോഷം ഒരു തരത്തിലും പരിഹരിക്കാനാവാത്ത ജീർണത ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ചിന്താഗതിയിലാണ്. ഈ 21ാം നൂറ്റാണ്ടിൽ, ഈ 2025 ലോകമെല്ലാം ടെക്നോളജിയിലും ശാസ്ത്രത്തിലും അറിവിലും കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു വിഭാഗം യുവജനത മനസ്സ് മരവിച്ച് സംസ്കാരമില്ലാത്ത, വിവേകമില്ലാത്ത, വിഷം വമിക്കുന്ന ഒരുതരം ജീവികളായി മാറിയിരിക്കുകയാണ്. ഇതാണ് മോദിയും കൂട്ടരും ഇന്ത്യക്ക് വരുത്തിവെച്ച ഏറ്റവും വലിയ നാശം. അംബാനിയുടെ ചാനലായ ന്യൂസ് 18 നടത്തിയ ഈ ഡിബേറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഷം വമിക്കുന്ന ആങ്കറുകളിൽ ഒരാളായ അമീഷ് ദേവഗണാണ് നയിക്കുന്നത്. അവിടെ സ്റ്റേജിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളിൽ ഒരാളോട് ഏതാണ്ട് 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതി ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ തല മറിച്ചു പോകും. मेरा सवाल समाजवादी पार्टी से है कि आपकी जो समाजवादी साइकिल है आज तक इसलिए पंचर नहीं हुई क्योंकि जितने भी पंचर लगाने वाले थे वो समाजवादी पार्टी में है। ओके, देखो बेटा, मैं तुम्हें बताऊं, बच्चे ये आपसे मैं तुम्हें बताऊं, देखो बेटा, ऐसे सवाल मत करो। मैं बता रहा हूं, ये हंसेंगे, जरूर हंसेंगे। तुमने क्यों कहा पंचर लगाने वाले? बच्चे, पंचर लगाने वाले भी इंसान होते हैं। नहीं, इंसान तो सभी होते हैं। अब सुनो, तुमको सवाल ये करना चाहिए बेटा। नहीं, अब आप सबको सवाल ना बताइए। എന്റെ ചോദ്യം സമാജ്വാദി പാർട്ടികളാണ്. അത് എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ സമാജ്വാദി പാർട്ടിയുടെ സൈക്കിളില്ലേ, അത് പഞ്ചർ ആവാത്തതിന് കാരണം പഞ്ചർ ഒട്ടിക്കുന്ന എല്ലാവരും സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ഉള്ളവർ ആയതിനാലാണോ? യാതൊരു കൂസലും കൂടാതെ വലിയ ചിരിയോടെ ഏതോ വലിയ കാര്യം പറയുന്നത് പോലെയാണ് ഇത്രയും നെറികെട്ട ചോദ്യം പരസ്യമായി ഈ പെൺകുട്ടി ചോദിക്കുന്നത്. അല്പമെങ്കിലും സാമാന്യബോധമോ സംസ്കാരമോ ഉണ്ടെങ്കിൽ ഇത്ര തരംതാണ രീതിയിൽ പരസ്യമായി ഉദ്ദേശം പ്രകടിപ്പിക്കാൻ ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ പെൺകുട്ടിക്ക് കഴിയുമോ? ഇത് കേൾക്കുമ്പോൾ അവിടെ ചുറ്റുമിരിക്കുന്ന വളരെയേറെ കുട്ടികളുടെ പ്രതികരണം കൂടി കാണുമ്പോൾ ഈ രാജ്യത്തിന് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ഒരു തരത്തിലും പ്രതീക്ഷിക്കാനാവില്ല. ഓക്കെ, देखो बेटा, मैं तुम्हें बताऊं, बच्चे വ്യക്തമായി ഇത് കണ്ടുകൊള്ളൂ. അവിടെ ഇരിക്കുന്ന നിരവധി ചെറുപ്പക്കാരായ ആളുകൾ ഇത് കേട്ട് ആർത്തലച്ച് കൈയടിക്കുകയാണ്. അവിടെയും ഇവിടെയും ഓരോ ആളുകൾ ഇത്രമാത്രം വിവേകശൂന്യരായി ഉണ്ടാവാം എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ വളരെയേറെ ആളുകൾ ഇത് കേട്ട് ആർത്തലച്ച് കൈയടിക്കുക, അതും ഒരുപക്ഷെ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ. ഈ രാജ്യത്തെ ഏത് നിലയിലേക്കാണ് മോദിയും കൂട്ടരും പതിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യമാണ് ഇത്. ഒരു സമൂഹം എന്ന നിലയിൽ പരിപൂർണമായ ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണ് മോദിയുടെ 11 വർഷത്തിലേറെയുള്ള ഭരണത്തിൽ ഇന്ത്യ. ആ ചോദ്യം ചോദിക്കുന്ന പെൺകുട്ടിയുടെ പിന്നിലെ നിരയിൽ കറുത്ത തലപ്പാവ് ധരിച്ച സിഖ് വംശജനായ യുവാവിന്റെ മുഖഭാവം ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് ഇത്രയും ദുഷിച്ചതാകാൻ ഒരു സമൂഹത്തിന് കഴിയുന്നത് എന്നുള്ള രീതിയിൽ അക്ഷരാർത്ഥത്തിൽ ആ യുവാവിന്റെ കണ്ണ് തള്ളി പോവുകയാണ്. ഒരു നേർത്ത പ്രതീക്ഷയെങ്കിലും രാജ്യത്തെ ചില ആളുകളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ചെറിയൊരു പ്രതീക്ഷാകിരണമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. എന്നാൽ ലക്ഷണം കൊണ്ട് ബഹുഭൂരിപക്ഷവും ഇത് വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്നുള്ള രീതിയിൽ കൈയടിച്ച് ആഹ്ലാദിക്കുകയാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഈ രാജ്യം രക്ഷപ്പെടും? ഈ കുഴിയിൽ നിന്ന് എങ്ങനെ ഈ രാജ്യം കരകയറും? നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കോളൂ. കുറെ ചെറുപ്പക്കാർ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയാകാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷ തരുന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയല്ല പ്രതികരിക്കുന്നത് എന്ന് കാണുമ്പോൾ രാജ്യം ലജ്ജിച്ച് തല താഴ്ത്തണം. ഈ ഡിബേറ്റ് നടത്തുന്നത് അജയ് ബിസ്റ്റ് ഭരിച്ച് നശിപ്പിച്ച് ക്രിമിനലുകളുടെ താവളമാക്കി മാറ്റിയ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അവിടുത്തെ വലിയൊരു വിഭാഗം ജനത എത്തരത്തിലുള്ള ആളുകളായി മാറിയിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കണം. ഇനി ഇത് കുട്ടികളല്ലേ എന്ന് വിചാരിക്കാം. ഗുല്ലു എന്ന് വിളിക്കപ്പെടുന്ന വിഷം ചീറ്റുന്ന വൃത്തികെട്ട ജീവിയായ അമീഷ് ദേവഗൺ എന്ന ആങ്കറുടെ മുഖത്തെ ആ വെകിടൻ ചിരിയും സന്തോഷവും കണ്ടോ?
ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കരുത് കുട്ടി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് എന്ന് പ്രതികരിക്കേണ്ട ആങ്കർ അതിനു പകരം അതിൽ ആത്മഹർഷം പൂണ്ട് ആഹ്ലാദപരവശൻ ആവുകയാണ്. ഈ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാനാവുമോ? ആ ചോദ്യം കേട്ട് മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്നുള്ള രീതിയിൽ കൈകൂപ്പി ആർത്തട്ടഹസിച്ച് ചിരിക്കുകയാണ് സുധാൻഷു ത്രിവേദി എന്ന BJP ദേശീയ വക്താവ്. സമാജ്വാദി പാർട്ടിയുടെ വക്താവ് അതിന് പറയുന്ന മറുപടി കേട്ടുകൊള്ളൂ. देखो बेटा मैं तुम्हें बताऊं, बच्चे ये आपसे मैं तुम्हें बताऊं, देखो बेटा ऐसे सवाल मत करो, मैं बता रहा हूं, ये हंसेंगे जरूर हंसेंगे। तुमने क्यों कहा पंचर लगाने वाले? बच्चे पंचर लगाने वाले भी इंसान होते हैं। नहीं इंसान तो सभी होते हैं। अब सुनो, കുട്ടി ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കരുത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്നിട്ട് BJP വക്താവിനെ നോക്കി പറയുകയാണ്, ഇവർ തീർച്ചയായും ചിരിക്കും. കുട്ടി എന്തുകൊണ്ടാണ് പറഞ്ഞത് പഞ്ചർ ഒട്ടിക്കുന്നവർ എന്ന്? പഞ്ചർ ഒട്ടിക്കുന്നവരും മനുഷ്യരാണ്. അപ്പോൾ ഗുല്ലു പറയുകയാണ്, എല്ലാവരും മനുഷ്യരാണ്. എന്നെ കാണുന്ന നിങ്ങൾ ഹൃദയമുള്ളവർ ആണെങ്കിൽ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കണം. യാതൊരു മടിയും കൂടാതെയാണ് ആ പെൺകുട്ടി പരസ്യമായി TV ഡിബേറ്റിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അത് കേട്ട് അവിടെ ഇരിക്കുന്നതിൽ ഏതാണ്ട് പകുതിയോളം പേർ, അല്ലെങ്കിൽ പകുതിയിലധികം പേർ ഏതോ വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്നുള്ള രീതിയിൽ ആഹ്ലാദിച്ച് ചിരിച്ച് കൈയടിക്കുന്നു. ന്യൂസ് 18 ആങ്കർ എന്ന് പറയുന്ന ഗുല്ലുവിന് അത് കേട്ട് സന്തോഷമടക്കാൻ കഴിയുന്നില്ല. സംഘി വക്താവിന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. കാരണം സംഘികൾ 5 പൈസയുടെ വിവരമില്ലാത്തവരാണ്, ഹൃദയമില്ലാത്തവരാണ്, സംസ്കാരമില്ലാത്തവരാണ്. രാജ്യം ദുഷിപ്പിന്റെ ഡേറ്റിന്റെ പടുകുഴിയിലാകുമ്പോഴും അത് അവർക്ക് അതിയായ സന്തോഷമാണ് നൽകുന്നത്. കാരണം പന്നികൾക്ക് ചെളുക്കുണ്ടാണ് ഇഷ്ടം. രാജ്യം പരിപൂർണ ചെളുക്കുണ്ടാവുന്നതിൽ അവർക്ക് അതിയായ സന്തോഷമാണ്. കാരണം അവർക്ക് അതിൽ നിരങ്ങി ആനന്ദം കൊള്ളാം. ലോകത്ത് ഇത്രയും തരംതാണ ഒരു ജനസമൂഹം വേറെ ഇല്ല എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യൻ അമേരിക്കൻ വ്യവസായി ആവി ഡാൻഡിയ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എങ്കിലും ഏതാനും സംഖ്യകൾക്കെങ്കിലും ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവും എന്ന് കരുതുകയാണ്. എന്നെ വിശ്വസിക്കൂ, നിങ്ങൾക്ക് ചിന്തിക്കാനാവില്ല ഈ കോമാളികൾ ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് എത്ര വലിയ കേടുപാടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. ആ കുട്ടി ചോദിച്ച ചോദ്യം വളരെയേറെ ഷോക്കിംഗ് ആണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നാൽ അതിലും വലിയ ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഇത് കേട്ട് മറ്റു കുട്ടികൾ കൈയടിക്കുകയും ആർത്തലച്ച് ചിരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഇതിലെ ആങ്കറായ അമീഷ് ദേവഗനോട് പറയുകയാണ്, സമൂഹത്തിന് മുഴുവൻ രക്തമൂറ്റി കുടിക്കുന്ന ഒരു തേരട്ടയെക്കാളും ഭീകരമാണ് നിങ്ങളെന്ന്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്. ഒരു സമൂഹമെന്ന നിലയിൽ ഇന്ത്യയെ പരിപൂർണമായി നശിപ്പിച്ചിരിക്കുകയാണ് മോദിയും അവരുടെ ക്രിമിനൽ ക്ലാനായ BJPയും. ഈ വലിയ ചെളിക്കുണ്ടിൽ നിന്ന് കഴിഞ്ഞ 11 വർഷത്തിലായി ഇന്ത്യ പതിച്ചിരിക്കുന്ന പാതാളത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ, നമ്മുടെ യുവജനതയെ രക്ഷിക്കാൻ, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് പ്രതീക്ഷിക്കാനാവില്ല. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെയും പരിഹരിക്കാമെന്ന് ചിന്തിക്കാം. എന്നാൽ മാനസികമായ തകർച്ച, സാമൂഹികമായ തകർച്ച, അതിൽ നിന്ന് ഒരു സമൂഹത്തെ രക്ഷിക്കുക വലിയ പ്രയാസമാണ്. ഇതിൽ നിന്ന് കരകയറണമെങ്കിൽ പരിപൂർണമായ പുതിയ ഒരു ജനറേഷൻ തന്നെ വേണ്ടിവരും എന്നാണ് ഇത് കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?